തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മോഷണം നടത്തി കടന്നുകളഞ്ഞയാൾ RPFന്റെ പിടിയിലായിരിക്കുന്നു. കന്യാകുമാരി സ്വദേശി ക്രിസ്പിനാണ് പിടിയിലായത്. 5 ലക്ഷത്തോളം വില വരുന്ന ബാഗ് തന്ത്രപരമായി മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. 60ഓളം CCTVകൾ പരിശോധിച്ച് 10 ദിവസം പിന്തുടർന്നിട്ടും പ്രതി പിടിയിലായിരുന്നില്ല. യാത്രക്കാർ വസ്തുക്കൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് റെയിൽവേ നൽകുന്നത്. ജനുവരി 25-ാം തീയതി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്രക്കാരന്റെ 5 ലക്ഷത്തോളം വില വരുന്ന ബാഗ് നഷ്ടപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതി തന്ത്രപരമായി നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ 10 ദിവസങ്ങളായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മോഷ്ടാവ് ഒളിവിൽ കഴിയുകയായിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു റെയിൽവേ ടിക്കറ്റുമായിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിനകത്ത് കയറി കറങ്ങി നടന്ന് ബാഗുകൾ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. കേരള റെയിൽവേ പോലീസും RPFും സംയുക്തമായിട്ട് പരിശോധനകൾ നടത്തി അതിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഈ കുറ്റവാളിയെ പിടിച്ചിരിക്കുന്നത്. തമ്പാനൂർ, കിഴക്കേക്കോട്ട, കരമന, അരിസ്റ്റോ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ തുടർച്ചയായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് അന്വേഷണ സംഘത്തിന് പ്രതിയിലേക്ക് എത്താനായത്. നെടുമങ്ങാടിന് സമീപത്തുള്ള റൈസ് മില്ലിന്റെ പലകപ്പെട്ടിയിലാണ് പ്രതി മോഷണം മുതൽ ഒളിപ്പിച്ചു വെച്ചത്. ശേഷം റെയിൽവേ പോലീസും ഇന്റലിജൻസും അതിസാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. മുഴുവൻ മോഷണ മുതലും തിരിച്ചു ലഭിച്ചിട്ടുണ്ട്. യാത്രക്കാർ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും റെയിൽവേ പോലീസ് നൽകുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ റെയിൽ യാത്രക്കാർ കുറെ കൂടെ ജാഗ്രത കാണിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ജാഗ്രത റെയിൽവേ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായാണ് പ്രതി ക്രിസ്പിൻ മോഷണം നടത്തിയതെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.